ശബരിദാസ, ഈ അഴിമതിയില്ലാ ഭരണം നീതിയെ ക്ഷണിച്ചു വരുത്തുമെന്ന് പണ്ടേ പ്രവചിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. നമുക്കറിയാം, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും വാക്കുകളും ഒക്കെ തന്നെ പണ്ട് പേടിച്ചിരുന്നത് ജന്മിത്വവാദികളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അവരാണ് ഈ ഒരു പേടി ഉണ്ടാക്കി എടുക്കുന്നതും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിയില്ലാ ഭരണം നീതിയെ ക്ഷണിച്ചു വരുത്തുമെന്ന ആ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും കൂടി ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. നോക്കൂ, ശ്രീനാരായണ ഗുരുദേവനെ വ്യത്യസ്തനാക്കുന്ന ആധ്യാത്മികവാദികൾക്കിടയിൽ, ആത്മീയവാദികൾക്കിടയിൽ, സന്യാസിമാർക്കിടയിൽ തന്നെ ഗുരുദേവനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിന്റെ ആത്മീയതയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ സാമാജിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചു. യഥാർത്ഥത്തിൽ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുന്ന ആളാണ്. ഞാൻ എന്നുള്ള ഭാവം പോലും ഗീതയിൽ പറയുന്ന പോലെ കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസാണ് ഞാൻ എന്നുള്ള ബോധം, മമതാബോധം, അത് മുഴുവൻ ഉപേക്ഷിക്കണം. അവനവന് പോലും പിണ്ഡം വെച്ചിട്ടാണല്ലോ. അപ്പൊ ബാക്കിയുള്ള ഒന്നിനോട് ഒരു മമത പുലർത്താണ്ട് എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്നതാണ് സാധാരണ നമ്മൾ സന്യാസിമാരിൽ കണ്ടുവരുന്നത്. എന്നാൽ വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള ആളുകൾ ഈ ദർശനത്തെ എതിർക്കുകയും അവനവന്റെ മോക്ഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കായിട്ട് ചെയ്യുന്ന സേവയിലൂടെ വേണം, അല്ലാണ്ട് എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് മാറി നിൽക്കേണ്ടവനല്ല സന്യാസി എന്ന് പറയുന്നുണ്ട്. ആത്മാനാം മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച, ജഗത്തിന്റെ ഹിതത്തിലൂടെ അവനവന്റെ മോക്ഷം എന്നുള്ള സന്ദേശമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒരു ദർശനത്തെ വളരെ ശക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സമാജത്തിനോടുള്ള പ്രതിബദ്ധത അദ്ദേഹത്തെ നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞാൻ സന്യാസിയാണ്, ഞാൻ എന്റെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണ്, ബാക്കിയുള്ളവരുടെ പീഡയോ സന്തോഷമോ അവരുടെ സുഖമോ ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഒരു ശക്തമായിട്ടുള്ള സമാജത്തെ കെട്ടിപ്പടുക്കേണ്ട ബാധ്യതയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവന്റെ ദർശനങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ആധ്യാത്മികത മാത്രമല്ല ഉള്ളത്, ഒരു ശക്തിമത്തായിട്ടുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടതായിട്ടുള്ള ദർശനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ വ്യവസായം കൊണ്ട് ധനികരാവാൻ പറയുന്നത്. ഗുരുദേവൻ ഈ പറയുന്ന വ്യവസായ സമ്മേളനം പോലും വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. 1924 തോന്നുന്നു ആദ്യമായിട്ടൊരു വ്യവസായ സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. അതേപോലെ തന്നെ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കണം, ഒരു രാഷ്ട്രീയ ബോധമുള്ള സമൂഹത്തെ അവനവന്റെ നന്മയെ കരുതിയിട്ട് ഒരു മെച്ചപ്പെട്ട നല്ല നാളെയെ ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനൊക്കെയുള്ള ശ്രമം ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ, ആശയങ്ങളെ ഒന്നും തകർത്തുകൊണ്ടോ എതിർത്തുകൊണ്ടോ അല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ വിപ്ലവം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിത സങ്കല്പത്തിൽ നിന്ന് ഭാരതീയ ദർശനം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ, സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിൽ, ഈ പറയുന്ന ഈ ഇടതുപക്ഷ ലോക വീക്ഷണത്തിൽ വ്യക്തി ഈ സമാജത്തിൽ നിന്ന് വിഭിന്നനായിട്ട് ഒരാളായി നിൽക്കുകയാണ്. അയാൾക്ക് അവിടെ ഒരു പരിണാമം കൊണ്ടുവരാൻ, ഒരു പരിവർത്തനം കൊണ്ടുവരാൻ അയാൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ല. അയാൾ നന്നാവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല. സമൂഹം മുഴുവൻ നന്നാവണം. നിങ്ങൾ ഏത് വിപ്ലവകാരിനെയും കേട്ടു നോക്കൂ, എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ മാറണം, സമൂഹം മൊത്തം മാറണം, ആളുകളുടെ മനസ്ഥിതി മൊത്തം മാറണം. അവനവനായിട്ടൊന്നും ചെയ്യാനില്ല. നേരെ തിരിച്ച് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ദർശനത്തിൽ സമൂഹം മുഴുവൻ മാറുക എന്നുള്ളതല്ല, അവനവൻ മാറുക എന്നുള്ളതാണ്. അവനവന്റെ ആത്മമായിട്ടുള്ള പരിണാമത്തിലൂടെ സാമാജിക പരിണാമം എന്നുള്ളതാണ്. അവിടെ വ്യക്തിയുടെ മേലെ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ ആ രീതിയിൽ സമാജത്തിന്റെ ഒരു ഭാഗമായി തന്നെ കണ്ടിട്ടുള്ള ആളാണ്. ഇതിനെ തകർക്കണമെന്നോ ഇതിനെ എതിർക്കണമെന്നോ ഇത് വിതറവേ ചെയ്യണമെന്നോ ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. അതുകൊണ്ട് ഇതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ കരുത്ത് പിടിപ്പിക്കാനാണ്. ഹിന്ദു സമാജം, ഹൈന്ദവ സമൂഹം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ ധർമ്മത്തെ ഉദ്ധാരണം ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും വേണ്ടി അവതരിച്ചിട്ടുള്ള അവതാര പുരുഷൻ തന്നെയാണ്. നോക്കൂ, ആ സമയത്ത് ഈ പറയുന്ന ജാതീയതയുടെയും മറ്റും പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ തർക്കങ്ങളും സംഘർഷങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം, ദളിത് സമൂഹത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ഹിന്ദുധർമ്മം ഉപേക്ഷിച്ച് ബുദ്ധധർമ്മം സ്വീകരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അതേ സമയത്ത് കേരളത്തിലെ ഈഴവ സമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധമതത്തിലേക്ക് മതം മാറണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. ടി കെ മാധവനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ അങ്ങനെ ഒരു വലിയ സംഘർഷത്തിന്റെ കാലത്ത് ഇത് യഥാർത്ഥത്തിൽ ഹൈന്ദവ ദർശനത്തിന്റെ ഭാഗമല്ല. ഈ ജാതീയതയോ ഉച്ചനീചത്വമോ ഈ തൊട്ടുതൂടായ്മയൊന്നും ഇത് സാമൂഹികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ദുരാചാരങ്ങളാണ്. ഈ ദർശനത്തിന്റെ അടിത്തറ എവിടെയും ഇത്തരത്തിലുള്ള ജാതീയതയെ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചു പോവല്ല, ഇതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ ശരിപ്പെടുത്തലാണ്, ഇതിനെ ശരിയാക്കി എടുക്കലാണ് നവോത്ഥാനം എന്നുള്ള ദർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വലിയ വെല്ലുവിളിയുള്ള കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വെച്ചിട്ടുള്ള ആളാണ്. ആ രീതിയിലുള്ള സാമാജിക പരിണാമത്തിന്റെ വലിയ ലക്ഷ്യങ്ങൾ അദ്ദേഹം പേറിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഗുരുദേവനെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന
പറയുന്ന പോലെ ഇന്ന് ഈ കെട്ടുറപ്പുള്ള ഒരു ഹിന്ദു സമൂഹം ഉണ്ടാകില്ലായിരുന്നു. അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള ശത്രുത അവർക്ക് ഗുരുദേവനോടുണ്ട്. അതുകൊണ്ടാണ് EMS പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ദാമോദരനെ പോലെയുള്ള ആളുകൾ ഗുരുദേവനെ ബൂർഷ്വാ സന്യാസി എന്ന് വിളിക്കുന്നത്. ഗുരുദേവനെ അതാണ് പറയുന്നതും. ഈ നാട് മൊത്തം ഈ ഒരു സന്യാസിയായ ഗുരുവര്യൻ ക്ഷേത്രങ്ങൾ പണിയുകയാണ് ചെയ്തത്. 80-ലധികം ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരുമായിട്ട് ചേർന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ കാലമൊന്നുമല്ല. നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കി, ഈ അടുത്ത കാലത്തല്ലേ ഗുരുദേവനെ കുരിശിൽ തറച്ചത്, ഗുരുദേവ പ്രതിമ തകർത്തത്, ഗുരുദേവനെ കയറുകെട്ടി വലിച്ചത്. ഇതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഹൈന്ദവ ഐക്യമുണ്ട്, ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈന്ദവ ഏകീകരണമുണ്ട്. ആ ഏകീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിംബമായിട്ടും കേന്ദ്രമായിട്ടും ശക്തി സ്രോതസ്സായിട്ടും വർത്തിക്കുന്നത് ഗുരുദേവനെ പോലെയുള്ള ആളുകളാണ്. ഗുരുദേവന്റെ ദർശനം ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഹൈന്ദവ സമാജത്തിനുള്ളിൽ ജാതീയത പറഞ്ഞിട്ടോ പരസ്പര വിദ്വേഷം പറഞ്ഞിട്ടോ അവരെ ഭിന്നിപ്പിക്കാനോ അവരെ വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കാനോ സാധിക്കില്ല. എത്ര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞാലും ഗുരുദേവനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വെളിച്ചത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സമാജത്തിന്റെ ശക്തി എന്താണ്, കരുത്ത് എന്താണെന്നുള്ള ഒരു ആത്മബോധം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ഗുരുദേവനെ തകർക്കാൻ ശ്രമിച്ചു നോക്കി, ഗുരുദേവനെ നിഷേധിക്കാൻ ശ്രമിച്ചു നോക്കി, അത് വിജയിക്കുന്നില്ല. ഇപ്പൊ ഇവർ ചെയ്യുന്ന ഗുരുദേവനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ എടുത്തു മാറ്റിയിട്ട് ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഗുരുദേവൻ പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് അദ്ദേഹം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന വ്യാജേന സ്വന്തം ദർശനങ്ങളെ ഗുരുവിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുകമ്പാ ദശകത്തെ എടുത്തുകൊണ്ട് ബീഫെസ്റ്റിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഗുരുദേവന്റെ പ്രധാനപ്പെട്ട പ്രചാരകന്മാരായിട്ട് നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം ആദ്യം പറഞ്ഞതുപോലെ ഗുരുദേവന്റെ മൗലികമായിട്ടുള്ള കൃതികളിലൂടെ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗുരുദേവനെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഈ ധർമ്മം വലിയ വെല്ലുവിളി നേരിട്ട സമയത്ത് അതിനെ സംരക്ഷിച്ചത് ഇതുപോലെയുള്ള ആധ്യാത്മിക പുരുഷന്മാർ തന്നെയാണ്. കേരളത്തിലുള്ള ഈ വലിയ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം അടിസ്ഥാനപരമായി ഹൈന്ദവ നവോത്ഥാനം മാത്രമാണ്. വേറെ ഏതെങ്കിലും സമൂഹങ്ങൾക്കുള്ളിൽ അങ്ങനെയുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നവോത്ഥാനം ഉണ്ടായിട്ടില്ല. അവിടെ എത്ര കാലം പഴക്കമുള്ള എല്ലാ പ്രാക്ടീസസും അതേപോലെ തന്നെ അതിൽ റിഗ്രസീവ് ആണെന്ന് പറയുന്ന, പിന്തിരിപ്പനാണെന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പോലും കാലം കൊണ്ട് മാറിയിട്ടില്ല. എല്ലാ പ്രാക്ടീസുകളും അതേപോലെ നിലനിൽക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ അങ്ങനെയുള്ള വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളെല്ലാം നടന്നത് ഹൈന്ദവ സമാജത്തിനുള്ളിലാണ്. ഈ സമാജത്തിനുള്ളിലെ പരിവർത്തനങ്ങളെ മുഴുവൻ നയിച്ചത് ഗുരുദേവനെ പോലെയുള്ള അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള ശുഭാനന്ദ ഗുരുദേവനെ പോലെയുള്ള തൈക്കാട്ടയ്യാവിനെ പോലെയുള്ള അയ്യാവൈകുണ്ഠ സ്വാമികളെ പോലെയുള്ള ആധ്യാത്മിക പുരുഷന്മാരാണ്, ആത്മീയ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരോടെല്ലാം ഇവർക്ക് തീർത്താൽ തീരാത്ത വിരോധവും വെറുപ്പും ഉണ്ട്. അത് നേരിട്ട് കാണിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് അവർ എത്തിപ്പോയി. അതുകൊണ്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടി വന്നു എന്നത് തന്നെ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെയൊക്കെ ദർശനങ്ങളുടെ ശക്തിയാണ് കാണിക്കുന്നത്. ഒരു 50 കൊല്ലം മുമ്പ് ഗുരുദേവനെ പരസ്യമായിട്ട് എതിർത്തിരുന്ന ആളുകൾക്ക് ഇന്നത് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുദേവന്റെ ആശയത്തെ പിന്തുടരുന്ന സമൂഹം കൂടുതൽ ശക്തിമത്തായിട്ടുള്ള ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. ഒരു ഐക്യം നമുക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരതിനെ ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതിനുള്ള കാലം കൊണ്ട് കൂടുതൽ കരുത്ത് ആർജിക്കുക മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നിഷേധികളെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്ന മട്ടിലേക്ക് ഈ സമാജത്തിന്റെ ഈ സമൂഹത്തിന്റെ ശക്തിയും ചൈതന്യവും വർദ്ധിക്കുകയും ആ ചൈതന്യത്തിന്റെ ഒരു നേതൃസ്ഥാനത്ത് എല്ലാ കാലത്തും ഗുരുദേവനെ പോലെയുള്ള ആധ്യാത്മിക പുരുഷന്മാരുണ്ടാവുകയും ചെയ്യും.